നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി തയ്യാറാക്കാം. അതിനായിട്ട് വഴുതനങ്ങ എടുത്ത് മുറിച്ച് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിൽ എള്ളിട്ട് ഒരു 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അടുത്തതായിട്ട് നിലക്കടലയും 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത നിലക്കടലയും എള്ളും ഒരു മിക്സി ജാറിലേക്ക് എടുക്കുക. കൂടെ വെളുത്തുള്ളിയും രസപ്പൊടിയും പഞ്ചസാര, ഉപ്പ്, മല്ലിയില എന്നിവ കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ മിക്സിലേക്ക് അരിഞ്ഞ സവോളയും തക്കാളിയും അതുപോലെ പാവയ്ക്ക പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഈ ഒരു സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് നിറച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. ഈ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവോള, തക്കാളി എന്നിവ ഇതിലേക്ക് ഇടാം. ഇനി അല്പം കറിവേപ്പില കൂടിയിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മസാലയൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള അരച്ചു വെച്ചിരിക്കുന്ന മസാലയും കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴുതനങ്ങ നല്ല പാകത്തിനാകുന്നത് വരെ പാകം ചെയ്യുക. ഗ്രേവി നല്ല തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല തിക്ക് ഗ്രേവിയുള്ള വഴുതനങ്ങ കറി തയ്യാറാണ്. ചപ്പാത്തിയുടെയോ ചോറിന്റെയോ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ കറിയാണ്. അപ്പൊ നിങ്ങളും ഇന്ന് തന്നെ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.